ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. വിശ്വാസികൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവർ വർജിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിനെപ്പറ്റി വിശദമായി പറഞ്ഞു തരികയുണ്ടായി. തുടർന്നുള്ള ഏതാനും ചില ആയത്തുകളിൽ കരാറ് പൂർത്തീകരിക്കുക, അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്ത കാര്യങ്ങൾ ലംഘിക്കാതിരിക്കുക, അതിനെപ്പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. വഔഫൂ ബിഅഹ്ദില്ലാഹി ഇദാ ആഹദ്തും വലാ തൻഖുളുൽ അയ്മാന بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون. നിങ്ങൾ കരാർ ചെയ്താൽ അള്ളാഹുവിനോടുള്ള കരാർ പൂർത്തിയാക്കുക. സത്യങ്ങൾ ഉറപ്പിച്ച ശേഷം അതിനെ പൊളിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെയാണ് ജാമ്യക്കാരനാക്കിയിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ അറിയുന്നു. വലാ തകൂനൂ കല്ലതീ നഖളത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ തത്തഖിദൂന അയ്മാനകും ദഖലൻ ബൈനകും അൻ തകൂന ഉമ്മത്തുൻ ഹിയ അർബാ മിൻ ഉമ്മ ഇന്നമാ യബ്ലൂകുമുല്ലാഹു ബിഹി വലയുബയ്യിനന്ന ലക്കും യൗമൽ ഖിയാമത്തി മാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. നൂലിൻ്റെ ഇഴകൾ ബലപ്പെടുത്തിയതിനു ശേഷം അഴിച്ചു കളഞ്ഞ സ്ത്രീയെപ്പോലെ നിങ്ങൾ ആകരുത്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തേക്കാൾ ഉയരുന്നതിന് ശബദത്തെ നിങ്ങൾക്കിടയിലുള്ള നാശങ്ങൾക്ക് നിങ്ങൾ മാർഗമാക്കരുത്. തീർച്ചയായും അള്ളാഹു ഇതിലൂടെ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിശ്ചയം നിങ്ങൾ ഭിന്നിച്ച കാര്യങ്ങൾ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതാണ്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദത്ത പൂർത്തീകരണം, സത്യത്തെ ലംഘിക്കാതിരിക്കുക, അത് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണെന്ന് അറിയിച്ചിരുകയാണ്. ഒരു കാര്യം വാക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെ പൂർത്തിയാക്കുക എന്നുള്ളത് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഗുണമാണ്. മുനാഫിക്കീങ്ങളുടെ ദുർഗുണങ്ങളെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരികയുണ്ടായി. അവർ വാഗ്ദത്ത ലംഘനം നടത്തുന്നവരാണ്. പറഞ്ഞ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ്. സത്യം ചെയ്യുകയും ആ സത്യത്തെ യാതൊരു മടിയും കൂടാതെ ലംഘിക്കുകയും ചെയ്യുന്നവരാണ്. ഇതാണ് മുനാഫിക്കീങ്ങളുടെ ദുർഗുണമെന്നുള്ളത്. ആരെങ്കിലും നിരന്തരമായി വാക്കിനെ ലംഘിക്കുന്നവരാണെങ്കിൽ, നിരന്തരമായി സത്യത്തെ പൊളിച്ചു കളയുന്നവരാണെങ്കിൽ അവരുടെ ഈമാൻ ബലഹീനമായി പോകുന്നതാണെന്ന് ഹദീസുകളിലൂടെയും പരിശുദ്ധ ഖുർആനിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും സത്യം ചെയ്ത കാര്യങ്ങളെ ലംഘിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. കാരണം ആരെയും വഞ്ചിക്കാൻ പാടില്ല. എല്ലാവരോടും നന്മയായിരിക്കും പ്രവർത്തിക്കേണ്ടത്. കഴിഞ്ഞ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയത് ആ കാര്യമാണ്. നീതിയോടുകൂടി പ്രവർത്തിക്കണം, ഇഹ്സാനുള്ളവരായി തീരണം, എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഉദ്ദേശത്തോടുകൂടി നല്ല രീതിയിൽ പെരുമാറുന്നവരായി തീരണം. അത് വിശ്വാസി ഉണ്ടാവേണ്ട ഗുണമാണെന്ന് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി. അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു തരികയാണ്, അനീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സത്യലംഘനം നടത്തുക എന്നുള്ളത്. ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം യാതൊരു മടിയും കൂടാതെ യാതൊരു തടസ്സവും ഇല്ലാനിട്ടും ആ കാര്യത്തെ ലംഘിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചേർന്ന കാര്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. അല്ലാഹു കൂടുതൽ ശക്തമായിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സാധാരണ സത്യങ്ങളെക്കാൾ ഗൗരവമാണ്. സാധാരണ സത്യങ്ങൾ പോലും ലംഘിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പേര് പറയാതെ ആരോടെങ്കിലും സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സത്യത്തെ ലംഘിക്കുന്നതിനെ പോലും ശക്തമായി ഇസ്ലാം വിലക്കുന്നുണ്ട്. അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്തതിന് ശേഷം അതിനെ ലംഘിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്യുമ്പോൾ ചിന്തിച്ചുകൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾക്ക് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്.
സാധാരണ സത്യം പൊളിക്കുന്നത് പോലും വിശ്വാസികൾക്ക് പാടില്ല എന്നും അതിന് ശക്തമായ ശിക്ഷ ദുന്യാവിലും ആഖിറത്തിലും ഉണ്ടാകുമെന്നും പല ഹദീസുകളിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്ത സത്യം പൊളിക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും സത്യത്തെ പൊളിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല, വിശ്വാസികളുടെ ഗുണങ്ങളിൽപ്പെട്ടതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുകയാണ്, സത്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടെ ദുന്യാവിൻ്റെ നേട്ടങ്ങളെ മുൻനിർത്താൻ പാടില്ല. ഏതെങ്കിലും ഒരാളോട് സത്യം ചെയ്തു, എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ വരുമ്പോൾ ആ സത്യത്തെ പൊളിച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങളെ തിരഞ്ഞെടുക്കുക, ഇതൊരിക്കലും വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. ഭൗതിക നേട്ടങ്ങളെക്കാൾ പരിഗണിക്കേണ്ടത് അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്ത അല്ലെങ്കിൽ താൻ ചെയ്ത സത്യത്തെയാണ് ഭൗതിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ പരിഗണിക്കേണ്ടത്. ഉദാഹരണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി ഓതിയ ആയത്തിൽ പറയുകയാണ്, ഒരു സൈന്യത്തോട് സത്യം ചെയ്തു, ഒരു സമൂഹത്തോട് സഖ്യത്തിലേർപ്പെട്ടു, അതിനേക്കാൾ ശക്തരായ മറ്റൊരു സമൂഹം മറ്റൊരു കൂട്ടർ വരുമ്പോൾ ആദ്യത്തെ ആളുകളോടുള്ള സത്യത്തെ പൊളിച്ചുകൊണ്ട്, അവരോടുള്ള സഖ്യത്തെ പൊളിച്ചുകൊണ്ട് മറ്റൊരു സമൂഹത്തോട് മറ്റൊരു വിഭാഗത്തോട് സഖ്യത്തിൽ ചേരുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. നിങ്ങൾ ആദ്യം ഇത്രയും കാലം സഖ്യത്തിലായിരിക്കുമെന്ന് സത്യം ചെയ്ത സമുദായം, ആ സമുദായം ബലഹീനരാണെങ്കിലും സാമ്പത്തികമായി ശേഷി കുറഞ്ഞവരാണെങ്കിലും ആൾബലം കുറഞ്ഞവരാണെങ്കിലും നിങ്ങൾ ഇത്രയും കാലം നിങ്ങളോടൊപ്പം സഖ്യത്തിൽ കഴിയുമെന്ന് സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കാലാവധി പൂർത്തിയാക്കുന്നതുവരെ അവരുമായുള്ള സഖ്യത്തെ പൊളിക്കാൻ പാടില്ല. ചിലപ്പോൾ ഒന്നാമത്തെ വിഭാഗവുമായുള്ള സഖ്യത്തെ പൊളിച്ചുകൊണ്ട് രണ്ടാമത്തെ വിഭാഗവുമായി സഖ്യത്തിലേർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായും ഭൗതികമായും കൂടുതൽ ലാഭങ്ങൾ ലഭിച്ചേക്കാം, കൂടുതൽ ഗുണങ്ങൾ ലഭിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ഒന്നാമത്തെ വിഭാഗക്കാരോട് ഒരു കാലാവധി സഖ്യത്തിൽ കഴിയുമെന്ന് സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കാലാവധി പൂർത്തിയാക്കാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആ സത്യത്തെ പൊളിക്കുക എന്നുള്ളത് നീചമായ പ്രവൃത്തിയാണ്, ഇസ്ലാം കൽപ്പിക്കാത്ത പ്രവൃത്തിയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്നിട്ട് ഉദാഹരണമായി അള്ളാഹു തആല പറയുകയാണ്, ഒരു സ്ത്രീ നൂലിൻ്റെ ഇഴകൾ ബലപ്പെടുത്തി, ശക്തമായി നൂലിൻ്റെ ഇഴകളെല്ലാം ബലപ്പെടുത്തി, എല്ലാം വലിയ പ്രയാസത്തോടു കൂടി ബലപ്പെടുത്തിയതിന് ശേഷം വൈകുന്നേരമായപ്പോൾ അതിനെ മൊത്തം പൊളിച്ചു കളയുകയാണെങ്കിൽ ആ സ്ത്രീയെപ്പറ്റി ഭ്രാന്തി എന്നാണ് എല്ലാവരും പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കൂട്ടം ആളുകളോട് സത്യം ചെയ്യുകയും ആ കാലാവധി പൂർത്തിയാകാതെ അതിനെ പൊളിക്കുകയും ചെയ്താൽ അള്ളാഹുവിന് മുമ്പിൽ നിങ്ങൾ ഏറ്റവും വിവരമില്ലാത്തവരും ഏറ്റവും നീചമായ പ്രവർത്തനം ചെയ്തവരുമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തആല രണ്ടാമത്തെ ആയത്തിൽ അറിയിക്കുകയാണ്, നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സത്യം ചെയ്തു, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സത്യം ചെയ്തു, അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്തു, അതിനെ നിങ്ങൾ പൊളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. നിങ്ങൾ പൊളിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾ ദുന്യാവിലും ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ പൊളിക്കാതെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും സത്യത്തിൽ വാഗ്ദാനം പൂർത്തീകരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ സത്യം ചെയ്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൊളിച്ചു കളയാനുള്ള അനുവാദമില്ല. ഭൗതിക നേട്ടങ്ങളുണ്ടെങ്കിലും ആ നേട്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ചെയ്ത സത്യത്തിനാണ് വില കൽപ്പിക്കേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു. തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാന പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ തന്നെയാണ് അറിയിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.